അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ വർക്ക് ബുക്കാണ്. പാഠം 5, ഇൽഹാറുൽ മീമി സാക്കിന. സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യുക. ആദ്യം നമുക്ക് കാണാം 1 നുൻഷിദ്, ഒരു പാട്ട്. സാക്കിനായ മീമിനു ശേഷം മീം വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. പാട്ടിൽ പറയുന്നത്, സാക്കിനായ മീമിന് ശേഷം മീമാണ് വന്നതെങ്കിൽ അവിടെ ഇദ്ഗാമാണ് ചെയ്യേണ്ടത്. ഇനി സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നതെങ്കിൽ അവിടെ ഇഖ്ഫാ ചെയ്യണം. ബാക്കിയുള്ള അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത് എന്നാണ്. 2 നുജീബ്, ഉത്തരം എഴുതുക. 1 സാക്കിനായ മീമിന് ശേഷം ഏതെല്ലാം അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം? ഉത്തരം: അലിഫ്, താ, സാ, ജീം, ഹാ, ഖാ, ദാൽ, ദാൽ, റാ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഐൻ, ഐൻ, ഫാ, ഖാഫ്, കാഫ്, ലാം, നൂൻ, വാവ്, ഹാ, ലമലിഫ്, യാ. ഇനി 2 ഇൽഹാർ. ഇൽഹാറിൻ്റെ ഹർഫുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം? ഉത്തരം: ഫാ, വാവ്. ഇനി അവിടെ നസ്വിൽ, ചേരുംപടി ചേർക്കുക. 1 ഇൽഹാറുൽ മീമി സാക്കിനത്തി, അവിടെ കാണാം ഹും ഖൈറുൽ ബരിയ. 2 ഇഖ്ഫാഉൽ മീമി സാക്കിന, തർമീഹിം ബി ഹിജാറത്തിൻ. 3 ഇദ്ഗാമുൽ മീമി സാക്കിന, ഫീ ഖുലൂബിഹിം മറളുൻ. ഇതാണ് അതിലുള്ള വർക്കുകൾ. കൃത്യമായി തന്നെ എഴുതുക, ഉസ്താദ്മാർക്ക് കാണിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.